പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം ഓരോ ദിവസവും കൂടുതൽ സങ്കീർണവും അസ്ഥിരവുമായ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടെ തുർക്കിയിലും ഒമാനിലുമുണ്ടായ സമീപകാല ആക്രമണങ്ങൾ മേഖലയിൽ പുതിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ സംഭവങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ശക്തികൾ ആരെന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇറാൻ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഇറാനോ അതിന്റെ സഖ്യസേനകൾക്കോ ഈ ആക്രമണങ്ങളിൽ പങ്കില്ലെന്ന ഉറച്ച നിലപാടോടെ വ്യക്തമാക്കിയ ഇറാൻ നേതാവ് മുജ്തബ ഖമേനി ഇതൊരു സാധാരണ സുരക്ഷാ സംഭവമല്ലെന്നും മറിച്ച് പ്രദേശത്തെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള സൂക്ഷ്മമായ തന്ത്രപരമായ നീക്കമാണെന്നും ആരോപിച്ചു. ഇറാനിയൻ പുതുവർഷമായ 1405 മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ രാജ്യത്തിന് നേരിട്ട സൈനിക സുരക്ഷാ വെല്ലുവിളികളെയും ഖമേനി പരാമർശിച്ചു. കഴിഞ്ഞ വർഷം അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേലുമായി ഉണ്ടായ സംഘർഷം ഉൾപ്പെടെ 3 പ്രധാന ഏറ്റുമുട്ടലുകൾ ഇറാൻ നേരിട്ടുവെങ്കിലും ദേശീയ ഐക്യവും ജനങ്ങളുടെ പിന്തുണയും കാരണം അവയെല്ലാം മറികടക്കാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. വിദേശ ശക്തികൾ ഇറാനിൽ ഭീതിയും അസ്ഥിരതയും സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടുവെന്നും ഈ സാഹചര്യങ്ങൾ ദേശീയ ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്പത്തിക രംഗത്തും പ്രതിരോധ സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു. സാമ്പത്തിക വെല്ലുവിളികളെ മറികടക്കാനും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ആഭ്യന്തര സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളുമായി ശക്തമായ ബന്ധം തുടരാനും മുസ്ലിം രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാനുമുള്ള പ്രതിബദ്ധതയും അദ്ദേഹം ആവർത്തിച്ചു. ദേശീയ ഐക്യം, സാമ്പത്തിക സ്ഥിരത, പ്രാദേശിക സഹകരണം എന്നിവ മുന്നോട്ട് വെച്ചാണ് ഇറാൻ വരുംകാല നയങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നു.